രാത്രി 12:30 കഴിഞ്ഞു. നേർത്ത മഴ പെയ്യുന്നതുകൊണ്ട് ഹൈദരാബാദിലെ റോഡുകളെല്ലാം നനഞ്ഞു കുതിർന്നു നിൽക്കുന്നുണ്ട്. തിരക്കൊക്കെ ഒഴിഞ്ഞു. നഗരം മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. സൂര്യ തന്റെ ടാക്സിയിൽ ഒരു പാസഞ്ചറെ എയർപോർട്ടിൽ ഇറക്കിയ ശേഷം നഗരത്തിലേക്ക് തിരികെ പോകാൻ ഒരോട്ടം കിട്ടുമോ എന്ന് നോക്കി പാർക്കിംഗ് ഏരിയയിൽ കാത്തിരിക്കുകയാണ്. കാറിന്റെ ചില്ലിലൂടെ മഴത്തുള്ളികൾ മെല്ലെ ഒലിച്ചിറങ്ങുന്നുണ്ട്. സൂര്യക്ക് പ്രായം 30 ആയിട്ടുള്ളൂ. പക്ഷേ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ കാരണം അവന്റെ മുഖത്ത് നല്ല തളർച്ച കാണാം. പകൽ സമയം ഒരു ചെറിയ സിംഗ് റൂമിൽ ഉറക്കം. രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് നഗരത്തിലെ റോഡുകളിലൂടെ ഡ്രൈവുന്നു. കഴിഞ്ഞ 7 വർഷമായി ഇതാണ് അവന്റെ പതിവ്. നാട്ടിലുള്ള അച്ഛനും അമ്മക്കും എല്ലാ മാസവും പണം അയക്കണം, വീടിന്റെ കടങ്ങൾ തീർക്കണം. ഈ കുറുമ്പ് പ്രാരാബ്ധത്തിനിടെ സ്വന്തം സന്തോഷങ്ങളൊക്കെ അവൻ എന്നോ മറന്നുപോയി. വീക്കെൻഡുകളിൽ കൂട്ടുകാരുമായി പുറത്തു പോകുന്നതോ സിനിമ പോകുന്നതോ ഒന്നും അവനറിയില്ല. വണ്ടി സ്റ്റിയറിംഗിൽ പിടിച്ച് ജോലി ചെയ്യുക എന്നത് മാത്രമാണ് തന്റെ ജീവിതമെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സൂര്യ ഒരിക്കൽ കൂടി സമയം നോക്കി. 12:55 ആകുന്നു. ഡാഷ്ബോർഡിലുള്ള FM ഓഡിയോയുടെ ശബ്ദം അവൻ ചെറുതായി ഒന്ന് കൂട്ടി. ഇതുവരെ അടുത്ത ഓട്ടം ബുക്കായിട്ടില്ല. പക്ഷെ അവന്റെ ശ്രദ്ധ മുഴുവൻ മൊബൈൽ സ്ക്രീനിലാണ്. കഴിഞ്ഞ 2 വർഷമായി സൂര്യക്ക് ഇതൊരു പതിവാണ്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ കൃത്യം 1 മണിയായാൽ മതി. അവൻ എവിടെയാണെങ്കിലും വണ്ടിയിലെ ആ റേഡിയോ ചാനൽ ഒന്നും വെച്ചിരിക്കണം. വണ്ടിയിൽ ആൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവന് പ്രശ്നമല്ല. ആ റേഡിയോയിൽ കേൾക്കുന്ന ആ ഒരൊറ്റ ശബ്ദത്തിന് വേണ്ടിയാണ് സൂര്യ കാത്തിരിക്കുന്നത്. ആ സ്വരം കേട്ടില്ലെങ്കിൽ അവന് നൈറ്റ് ഡ്യൂട്ടി പൂർത്തിയാകില്ല. രാത്രിയിൽ ആ ഒറ്റപ്പെട്ട യാത്രയിൽ അവൻ ആകെയുള്ള കൂട്ട് ആ ശബ്ദം മാത്രമാണ്. കൃത്യം 1 മണിക്ക് തന്നെ ആ മധുരമായ ശബ്ദം റേഡിയോയിൽ കേട്ടു തുടങ്ങി. പകൽ മുഴുവൻ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഈ നഗരം രാത്രിയായാൽ അങ്ങ് അടങ്ങും. പക്ഷേ നമ്മുടെ മനസ്സ് അങ്ങനെയാണോ? ചിന്തകളുടെ ഓട്ടം ഒരിക്കലും നിൽക്കില്ലല്ലോ. കണ്ണടച്ചാൽ 100,000 ഓർമ്മകൾ, നാളെയെക്കുറിച്ചുള്ള ടെൻഷൻ. ഉറക്കം കണ്ണിൻ്റെ അടുത്തുകൂടി പോലും പോകില്ല. ചുറ്റും ഇരുട്ടും തനിമയും മാത്രം. ഇങ്ങനെയുള്ള സമയത്ത് നമ്മോട് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ലേ? നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു കമ്പനി കിട്ടാൻ കൊതിക്കുന്നുണ്ടോ? എങ്കിൽ ദാ നിങ്ങൾക്കായി ഞാൻ എത്തിക്കഴിഞ്ഞു. ഹലോ ഹൈദരാബാദ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് നൈറ്റ് ഡയറീസ്. ഉറക്കം വരാത്ത നിങ്ങളുടെ രാത്രികൾക്ക് കൂട്ടായി കുറച്ചു നേരം വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങളുടെ സ്വന്തം RJ വെണ്ണില. ആ ശബ്ദം കേട്ടയുടനെ സൂര്യയുടെ ചുണ്ടിൽ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ സ്വരത്തിന് എന്ത് നല്ല സുഖമാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നും. കഴിഞ്ഞ 2 വർഷമായി ആ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും അതിലെ മാന്ത്രികതക്കും പുതുമക്കും ഒരു കുറവുമില്ല. നമ്മുടെ മിഡ് നൈറ്റ് ഡയറീസിൽ എന്നും നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ. അതുപോലെ ഇന്ന് നിങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വിഷയമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കാറുണ്ട്. പഠനം, പ്രണയം, കരിയർ, അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ സ്വപ്നം അവർക്കായി നമ്മൾ ത്യാഗം ചെയ്യും. അവരുടെ സന്തോഷത്തിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ വലിയ സ്വപ്നം എന്താണ്? നിങ്ങളുടെ കഥ എന്നോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് വെണ്ണില സ്റ്റുഡിയോ നമ്പർ അനൗൺസ് ചെയ്തു. സൂര്യ അവളുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആപ്പിൽ നിന്നൊരു ബീപ്പ് ശബ്ദം മുടങ്ങുന്നത്. മേന്തേ പട്ടണത്തിലേക്കൊരു റെയ്ഡുണ്ട്. സൂര്യ പാസഞ്ചറേയും കൂട്ടി വണ്ടി മുന്നോട്ടെടുത്തു. പിന്നീട് സീറ്റിലിരുന്ന് പാസഞ്ചർ ഉറങ്ങുകയാണ്. സൂര്യൻ മാത്രം റേഡിയോയിൽ വെണ്ണിലയുടെ വാക്കുകൾ കേട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം റേഡിയോ ഷോയിലേക്കൊരു കോൾ കണക്റ്റായി. ഹലോ വെണ്ണില മാഡം, എൻ്റെ പേര് ശിവ. ഞാനൊരു ഫുഡ് ഡെലിവറി ബോയാണ്. ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് റോഡരികിൽ വണ്ടി ഒതുക്കി നിർത്തി നിങ്ങളുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ ശിവ, പറയൂ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ വേണ്ടെന്ന് വെച്ച നിങ്ങളുടെ ആ വലിയ സ്വപ്നം എന്താണ് എന്ന് വെണ്ണില വളരെ സ്നേഹത്തോടെ ചോദിച്ചു. വലിയ സ്വപ്നങ്ങളൊന്നുമില്ല വെണ്ണില മാഡം. നന്നായി പഠിച്ചൊരു നല്ല IT ജോലി വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞു. പപ്പ കിടപ്പിലായി. അനിയത്തിയുടെ കല്യാണത്തിന് എടുത്ത കടങ്ങൾ വേറെ. ഇനിയും പഠിക്കണം എന്ന് വാശി പിടിച്ചാൽ വീട് പട്ടിണിയാകും. അതുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ബാഗ് തൊഴിലേറ്റിയതാണ്. ഈ 2 വർഷത്തിനിടയിൽ ഡെലിവറി കൊടുക്കാൻ ഒരുപാട് വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിൽ പോകാറുണ്ട്. അവിടെ എൻ്റെ പ്രായമുള്ളവർ IT കാർഡും വിട്ട് നടക്കുന്നത് കാണുമ്പോൾ ആ സമയത്ത് ഞാനും അവരുടെ കൂടെ ഉള്ളിൽ ഉണ്ടാകേണ്ടവനല്ലേ എന്നോർത്ത് ഉള്ളിൽ എവിടെയോ ചെറിയൊരു വിഷമം തോന്നും. പക്ഷെ മാസം കയ്യിൽ കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിലെ കടങ്ങൾ തീരുമ്പോൾ ആ സങ്കടമെല്ലാം ഞാൻ മറന്നു പോകും. എൻ്റെ സ്വപ്നത്തേക്കാൾ ഉപരി ഇന്ന് എൻ്റെ കുടുംബത്തിന് ഞാനൊരു തണലാണല്ലോ എന്ന ആ ഒരു സന്തോഷം മാത്രം മതി എനിക്ക് വെണ്ണില മാഡം. ശിവയുടെ വാക്കുകൾ ചെറിയൊരു ഇടർച്ചയുണ്ടായിരുന്നു. സൂര്യകാലേറി നിശബ്ദനായി എല്ലാം കേൾക്കുകയായിരുന്നു.
ശിവ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഒരു കാലത്ത് തനിക്കും സ്വന്തമായൊരു വിലാസമുണ്ടാവണമെന്ന് അവനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അച്ഛൻ്റെ മുട്ടുവേദന കൊണ്ട് അദ്ദേഹം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നതോടെ പെട്ടെന്നൊരു ദിവസം കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും സൂര്യയുടെ ചുമലിലായി. വീട്ടു ചെലവുകൾ, അച്ഛൻ്റെ ചികിത്സ, എല്ലാറ്റിനും പെട്ടെന്ന് പണം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വേറെ വഴിയൊന്നുമില്ലാതെയാണ് അവൻ ഈ ടാക്സി ഓടിക്കാൻ തുടങ്ങിയത്. ഒരു വർഷം കഷ്ടപ്പെട്ട് എല്ലാം ഒന്ന് ശരിയാവാൻ, പിന്നെ എനിക്കിഷ്ടമുള്ള വഴിക്ക് പോകാം എന്നായിരുന്നു സൂര്യ കരുതിയത്. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങൾ അവനെ ഈ സ്റ്റിയറിങ്ങിൽ നിന്ന് വിട്ടുപോകാൻ സമ്മതിച്ചില്ല. ശിവയുടെ വാക്കുകൾ സൂര്യ അവനെ തന്നെയാണ് കണ്ടത്. അപ്പോൾ വെണ്ണിലയുടെ ശബ്ദത്തിൽ ഒരു ചെറിയ ചിരിയും വ്യക്തതയും ഉണ്ടായിരുന്നു. ശിവ, നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയി ഇരുന്നിട്ട് ഒരു ID കാർഡ് കഴുത്തിൽ ഇട്ടാൽ ജീവിതത്തിൽ സെറ്റിലായി എന്ന് പലരും കരുതാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഒരു മല പോലായി താങ്ങായി നിൽക്കുന്നതിനേക്കാൾ വലിയ വിജയം വേറൊന്നുണ്ട്. നിങ്ങൾക്കൊരു ID കാർഡ് ഇടാൻ പറ്റിയിട്ടുണ്ടാകില്ല. പക്ഷേ നിങ്ങളുടെ അച്ഛൻ്റെ മുഖത്തെ സമാധാനത്തിനും അനിയത്തിയുടെ കണ്ണിലെ പ്രതീക്ഷകൾക്കും പിന്നിലെ യഥാർത്ഥ ഐഡൻറ്റിറ്റി നിങ്ങൾ തന്നെയാണ്. നമുക്കിഷ്ടമുള്ള വഴിയിലൂടെ പോകാൻ എല്ലാവർക്കും പറ്റും ശിവ. പക്ഷേ സാഹചര്യങ്ങളോട് പൊരുതി സ്വന്തം ആളുകൾക്ക് വേണ്ടി പുതിയൊരു വഴി വെട്ടി തുറക്കാൻ വലിയൊരു മനസ്സ് തന്നെ വേണം. അത് നിങ്ങൾക്ക് വേണ്ടി. ശിവയുടെ കാര്യം മാത്രമല്ല, ഈ രാത്രി ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർ കാണും. സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ. നിങ്ങളുടെ അധ്വാനത്തിന് ഈ വെണ്ണില നൽകുന്ന ഒരു ചെറിയ ആദരമാണ് ഈ പാട്ട്. കേട്ടു നോക്കൂ. റേഡിയോയിൽ പാട്ട് ഒഴുകി തുടങ്ങി. സൂര്യ പ്രശാന്തമായി ഒന്ന് നിർഗനാശം വിട്ടു. എത്ര വലിയ മനസ്സിനെയും ലഘൂകരിക്കാൻ പറ്റിയൊരു അത്ഭുത മാതൃകത വെണ്ണിലയുടെ വാക്കുകളിലുണ്ട്. സത്യത്തിൽ സൂര്യക്ക് അവളെ നേരിൽ കാണണമെന്നും പരിചയമില്ല. അവൾ എങ്ങനെയിരിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും അവൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാരണം ഒരു മനുഷ്യനെ കാണാതെ തന്നെ വെറും വാക്കുകളിലൂടെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് സൂര്യ തിരിച്ചറിഞ്ഞത് ആ ശബ്ദം കേട്ടതിന് ശേഷമാണ്. രാത്രി മുഴുവൻ സ്റ്റിയറിങ്ങിൽ പിടിച്ച് സിറ്റിയിലെ വിജനമായ റോഡുകളിലൂടെ കാർ ഓടിക്കുന്ന സൂര്യക്ക് ആ ശബ്ദം നൽകുന്ന ആശ്വാസം വലുതാണ്. അവളെ എന്നെങ്കിലും സ്വന്തമാക്കാൻ കഴിയുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത പോലും അവനില്ല. ഓരോ രാത്രിയും തൻ്റെ യാത്രയിൽ ആ റേഡിയോ ശബ്ദം കൂട്ടിട്ടുണ്ടായാൽ മാത്രം മതി. എത്ര ദൂരം വേണമെങ്കിലും മടുപ്പില്ലാതെ വണ്ടി ഓടിക്കാം എന്നവൻ കരുതി. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും 2 മണിക്കൂർ എങ്ങനെ പോയി എന്ന് പോലും അവൻ അറിഞ്ഞില്ല. കയറുന്ന യാത്രക്കാരും ഇറങ്ങുന്ന വഴികളും ഒന്നും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതേയില്ല. സമയം രാത്രി 3 മണിയായി. പ്രോഗ്രാം അവസാനിക്കാറായി. ഇനി നിങ്ങളുടെ മനസ്സിനും ചിന്തകൾക്കും അല്പം വിശ്രമം നൽകും. നാളെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം വെണ്ണില. ഗുഡ് നൈറ്റ്. വെണ്ണിലയുടെ സംസാരം നിലച്ചു. റേഡിയോയിൽ പാട്ടുകൾ തുടങ്ങിക്കഴിഞ്ഞു. സൂര്യയുടെ ഡ്യൂട്ടി രാവിലെ 6 മണി വരെയാണ്. പക്ഷേ ഷോ തീർന്നതോടെ കാറിന് ഒരുതരം നിശബ്ദത പടർന്നു. ബഞ്ചാര ഹിൽസിലെ FM റേഡിയോ സ്റ്റുഡിയോയിൽ വെണ്ണിലയുടെ പ്രോഗ്രാം പൂർത്തിയായി. അവൾ മെല്ലെ മൈക്ക് ഓഫ് ചെയ്ത് ഹെഡ്ഫോൺസ് ഊരി ടേബിളിൽ വെച്ചു. അതുവരെ തൻ്റെ വാക്കുകളിൽ ഒരുപാട് പേർക്ക് ആശംസ നൽകി ആ മുഖത്ത് ഇപ്പോൾ തളർച്ച വ്യക്തമാണ്. മൈക്കിന് മുന്നിലുള്ള ആ 2 മണിക്കൂർ മാത്രമാണ് അവൾക്ക് സമാധാനം ലഭിക്കുന്നത്. അവിടെ അവൾ തൻ്റെ സങ്കടങ്ങളെല്ലാം മറക്കും. അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു ബാഗുമെടുത്ത് ഓഫീസിന് താഴേക്ക് വന്നു. നൈറ്റ് ഷിഫ്റ്റുകൾക്കായി ഓഫീസ് ഏർപ്പാട് ചെയ്ത ക്യാബ് അപ്പോഴേക്കും റെഡിയായി അവിടെ ഉണ്ടായിരുന്നു. വെണ്ണില കയറിയ ഉടനെ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അരമണിക്കൂറിന് ശേഷം SR നഗറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ വണ്ടി നിന്നു. പടികൾ കയറി 2ാം നിലയിലുള്ള തൻ്റെ ഫ്ലാറ്റിന് മുന്നിലെത്തി. കോളിംഗ് ബെൽ അടിച്ചാൽ അമ്മ ഉണരുമെന്ന് കരുതി അവൾ പതിയെ വാതിൽ മുട്ടി. എപ്പോഴത്തെയും പോലെ പകുതി ഉറക്കത്തിൽ വന്ന് വാതിൽ തുറന്ന ചാൻഡി ഉടനെ തന്നെ തിരിച്ചുപോയി ഹാളിലെ പായിൽ വീണുറങ്ങി. അവൻ്റെ പുതപ്പ് നേരെയാക്കി കൊടുത്തിട്ട് ഒച്ചയുണ്ടാക്കാതെ അവൾ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ ലൈറ്റില്ലായിരുന്നു. കട്ടയിൽ പാർവതിയമ്മ സമാധാനമായി ഉറങ്ങുകയാണ്. ചെറിയ ശബ്ദം കേട്ടാൽ പോലും അമ്മ ഉണരുമെന്ന് പേടിച്ച് വളരെ സൂക്ഷിച്ചാണ് അടുത്തേക്ക് ചെന്നത്. അമ്മയെ പുതപ്പ് കൊണ്ട് നന്നായി പുതപ്പിച്ച ശേഷം അവൾ നിശബ്ദമായി സ്വന്തം മുറിയിലേക്ക് നടന്നു. പകൽ മുഴുവൻ ഡബ്ബിംഗ് സ്റ്റുഡിയോകളിലും റേഡിയോ ഓഫീസുകളിലുമായി ചെലവഴിച്ച ആ ശരീരം കിടക്കയിലേക്ക് വീണതും അമിതമായ തളർച്ച കാരണം ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ 6 മണിയായതോടെ സൂര്യയുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു. അമീർപേട്ടിലെ തൻ്റെ കൊച്ചുമുറിയിലെത്തി വസ്ത്രമൊക്കെ മാറി ഒന്ന് ചെരിഞ്ഞതേയുള്ളൂ. അപ്പോഴേക്കും മൊബൈൽ അടിച്ചു. സ്ക്രീനിൽ അമ്മ എന്ന് തെളിയുന്നുണ്ട്. ഫോണെടുത്തതും സൂര്യ ചോദിച്ചു, എന്താ അമ്മേ ഇത്ര രാവിലെ വിളിച്ചത്? അച്ഛൻ്റെ വേദനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അമ്മ മറുപടി പറഞ്ഞു, അച്ഛന് കുഴപ്പമൊന്നുമില്ലടാ. നിന്റെ ജോലി കഴിഞ്ഞോ? എന്തായാലും എല്ലാവരെയും പോലെ നിനക്കും പകൽ ജോലി നോക്കിക്കൂടെ? രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഇരുട്ടത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കണം. നീ റൂമിൽ എത്തുന്നത് വരെ എനിക്ക് ഇവിടെ ഒരു സമാധാനവുമില്ല. അമ്മയുടെ ശബ്ദത്തിൽ ആദ്യം നിറഞ്ഞു നിന്നു. സൂര്യ ദീർഘശ്വാസം എടുത്ത് പറഞ്ഞു,
പകൽ സമയത്ത് ട്രാഫിക്കിൽ വണ്ടി ഓടിച്ചാൽ കിട്ടുന്ന കാശ് മുഴുവൻ ഡീസലിന് തന്നെ തികയില്ല അമ്മേ. രാത്രിയാകുമ്പോൾ ട്രാഫിക് കുറവാണ്. പോരാത്തതിന് എയർപോർട്ട് ട്രിപ്പുകൾ കൂടുതൽ കിട്ടും. പിന്നെ ക്യാബ് കമ്പനിക്കാർ രാത്രി ഡ്യൂട്ടിക്ക് എക്സ്ട്രാ ബോണസ് കിട്ടും. അനിയത്തിയുടെ കല്യാണത്തിനെടുത്ത കടമൊക്കെ വേഗം തീർക്കണമെങ്കിൽ ഈ 4 പൈസ അധികം കിട്ടുന്നത് നല്ലതല്ലേ? എങ്കിലും പകൽ സമയത്ത് ആ വെയിലത്തും തിരക്കിലും നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദന വരും. അതുകൊണ്ട് എനിക്കിതാ സുഖം. ഈ രാത്രി യാത്രയൊക്കെ എനിക്കിപ്പോൾ ശീലമായി കഴിഞ്ഞു. ശരി മകനെ, നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്കിപ്പോൾ 30 വയസ്സായില്ലേ? ഞാൻ നല്ലൊരു ആലോചന കണ്ടുവച്ചിട്ടുണ്ട്. നീ ഒരാഴ്ച അവധി എടുത്താൽ നമുക്ക് കാണാം. സൂര്യ ചിരിച്ചു. എനിക്ക് കല്യാണം കഴിക്കാനുള്ള സാഹചര്യം സമയമായിട്ടില്ല അമ്മേ. കടമൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഞാൻ കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൻ സീലിംഗ് ഫാനിലേക്ക് നോക്കി കിടന്നു. പകുതി തീരാത്ത കടങ്ങൾ, വീട്ടുത്തരവാദിത്തങ്ങൾ. ഇതിനിടയിൽ രാത്രി ഓടിക്കുന്ന എന്നെ ഏത് പെൺകുട്ടിയാണ് മനസ്സിലാക്കുക? സൂര്യ നെടുവേർപ്പെട്ടു. അപ്പോഴാണ് രാത്രി ഇടയിൽ കേട്ട വെണ്ണിലയുടെ വാക്കുകൾ അവൻ ഓർത്തത്. അറിയാത്ത തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ വെണ്ണിലയെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ആ ഷോയിലേക്ക് വിളിച്ച് അവളോട് ഒരിക്കലെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നവൻ ആഗ്രഹിച്ചു. ആ ഓർമ്മകളെ അവൻ പതുക്കെ കണ്ണിച്ചെന്നു. ആ ചിന്തകളുമായി കണ്ണടച്ച് കിടന്ന സൂര്യ അവളുടെ ശബ്ദം ഓർത്തുകൊണ്ട് പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴേക്കും നേരം വെളുത്ത് 7 മണി കഴിഞ്ഞിരുന്നു. കൃത്യം അതേ സമയത്ത് SR നഗറിലെ തൻ്റെ വീട്ടിലെ വെണ്ണിലയുടെ അലറാം മുഴങ്ങി. വെറും 3 മണിക്കൂർ മാത്രം ഉറങ്ങിയ വെണ്ണിലയുടെ തിരക്ക് പിടിച്ച ഒരു ദിവസം അവിടെ തുടങ്ങുകയായിരുന്നു. അവൾ വേഗം അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ പ്രഭാത ഭക്ഷണം, ഉച്ചക്കുള്ള ഊണും തയ്യാറായി. ആദ്യം അമ്മക്ക് പ്രഭാത ഭക്ഷണം നൽകി മരുന്നുകൾ കൊടുത്തു. അതിനുശേഷം കോളേജിൽ പോകാൻ റെഡിയായ അനിയന് ഭക്ഷണവും ടിഫിൻ ബോക്സും നൽകി യാത്രയാക്കി. പിന്നെ അവളും വേഗം തയ്യാറായി. 9:30 ആയപ്പോഴേക്കും ബസ് പിടിച്ച് കൃഷ്ണനഗറിലെ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നു. സ്റ്റുഡിയോക്കുള്ളിൽ ഒരു ചെറിയൊരിട്ട മുറി. മുന്നിൽ വലിയൊരു TV സ്ക്രീനും മൈക്കും, കയ്യിൽ സ്ക്രിപ്റ്റ് പേപ്പറുകൾ. സ്ക്രീനിൽ ഒരു TV സീരിയലിലെ നായിക വളരെ സങ്കടപ്പെട്ട് കരയുന്ന രംഗമാണ് പ്ലേ ചെയ്യുന്നത്. അതിനനുസരിച്ച് വെണ്ണില തൻ്റെ ശബ്ദത്തിലൂടെ ആ വേദന പ്രകടിപ്പിക്കണം. ഗ്ലാസ് പാനലിനപ്പുറത്ത് നിന്ന് ഡയറക്ടറുടെ ശബ്ദം ഹെഡ്ഫോണിലൂടെ കേട്ടു. റെഡി വെണ്ണില, റോൾ ആക്ഷൻ. വെണ്ണില കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസമെടുത്തു. സ്ക്രീനിൽ അഭിനയിക്കുന്ന നായികയുടെ ചുണ്ടുകൾക്ക് കൃത്യമായി ചേരുന്ന വിധം ചങ്ക് പൊട്ടുന്ന സങ്കടത്തോടെ അവൾ ആ ഡയലോഗ് പറഞ്ഞു തീർത്തു. കട്ടേക്കൊക്കെ. സംവിധായകൻ അവളെ വല്ലാതെ അഭിനന്ദിച്ചു. വെണ്ണില കരച്ചിലെ ഇമോഷൻസൊക്കെ വല്ലാത്തൊരു നാച്ചുറൽ ഫീലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ വെണ്ണിലൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. സത്യം പറഞ്ഞാൽ ആ സീരിയലിലെ കഥാപാത്രത്തിൻ്റെ സങ്കടങ്ങളെക്കാൾ എത്രയോ വലുതാണ് തൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ വിഷമങ്ങളെന്ന് അവൾ ഉള്ളിൽ ഓർത്തു. പകൽ സമയം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദം നൽകുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഓടി നടക്കുമ്പോൾ രാത്രിയിൽ അവൾ എല്ലാവരുടെയും മനസ്സ് തൊടുന്ന ഒരു റേഡിയോ ജോക്കായി മാറുന്നു. മേക്കിന് മുന്നിലിരുന്ന് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് ആശ്വാസം നൽകാനും അവൾക്ക് കഴിയുന്നുണ്ടെങ്കിലും സ്വന്തം സങ്കടങ്ങൾ ആരെയും അറിയിക്കാതെ ഉള്ളിൽ ഒളിപ്പിക്കുന്നത് വെണ്ണിലയ്ക്ക് ഇപ്പോൾ ഒരു ശീലമായി മാറിയിരിക്കുന്നു. സമയം രാത്രി 12. ഗോച്ചിബോളി AT കോറിഡോറിൽ ഒരു സോഫ്റ്റ്വെയർ ജീവനക്കാരിയെ സൂര്യ തൻ്റെ കാറിൽ ഇറക്കി വിട്ടു. അതുവരെ കാറിൽ ഓടിക്കൊണ്ടിരുന്ന AC ഓഫ് ചെയ്ത് അവൻ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി. പുറത്തെ തണുത്ത കാറ്റ് അവൻ്റെ മുഖത്ത് തഴുകി കടന്നുപോയി. അവൻ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഇനി വെറും 10 മിനിറ്റ് കൂടി. തൻ്റെ ജീവൻ്റെ ഭാഗമായി ആ ശബ്ദം കേൾക്കാൻ ഇനി 10 മിനിറ്റ് കൂടി മാത്രമേ സമയമുള്ളൂ. സൂര്യ കാർ റോഡിന് അരികിലുള്ള ഒരു മരച്ചുവട്ടിൽ ഒതുക്കി നിർത്തി. അവളോട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കൃത്യം 1 മണിക്കകം റേഡിയോ ഓൺ ചെയ്തു. FM സ്റ്റുഡിയോയിൽ ഹെഡ്ഫോൺ വെച്ച് മൈക്കിനരികിലേക്ക് ചേർന്നിരുന്നിരിക്കുകയായിരുന്നു വെണ്ണില. ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരിയോട് അവൾ സംസാരിക്കാൻ തുടങ്ങി. ഉറങ്ങിക്കിടക്കുന്ന നഗരത്തിന് അതൊരു കുളിർമയുള്ള ഉണർത്തുപാട്ടായിരുന്നു. എല്ലാവർക്കും ഈ വെണ്ണിലയുടെ സ്നേഹവിശ്വാസങ്ങൾ. എല്ലാവരും ശുഭരാത്രി. നമ്മുടെ ഇന്നത്തെ ഷോയുടെ വിഷയം അന്വേഷണങ്ങൾ എന്നാണ്. നമ്മുടെ ചുറ്റും നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകാം. ദിവസവും നമ്മൾ എത്രയോ പേരോട് ഗുഡ് മോർണിംഗ് ഹലോയുമൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ, നെഞ്ചിൽ ഭാരം തോന്നുമ്പോൾ നമ്മളുടെ തോളിൽ കൈവച്ച് എന്തു പറ്റി, എങ്ങനെയുണ്ട് നീ എന്ന് ഹൃദയം തൊട്ട് ചോദിക്കാൻ എത്ര പേരുണ്ട്? ആ ഒരു ചെറിയ സ്നേഹാന്വേഷണം വരുന്ന ധൈര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്നിരാത്രി സംസാരിക്കാം. വിളിക്കൂ. വെണ്ണില പേര് കേട്ടതും സൂര്യയുടെ നെഞ്ചെടുപ്പ് കൂടി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വേഗം ഫോണെടുത്ത ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു. 1 റിങ്, 2 റിങ്, 3. ഹലോ, വെൽക്കം ടു മിഡ് നൈറ്റ് ഡയറീസ്. ഞാൻ വെണ്ണിലയാണ്. പറയൂ, ആരാണ് സംസാരിക്കുന്നത്? ആ ശബ്ദം നേരിട്ട് ഫോണിലൂടെ കേട്ടപ്പോൾ സൂര്യക്ക് വാക്കുകൾ കിട്ടിയില്ല.
കഴിഞ്ഞ 2 വർഷമായി താൻ കേൾക്കുന്ന ആ ശബ്ദം ഇപ്പോൾ ഇതാ തനിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു. അവൻ്റെ കൈകൾ വിറച്ചു, തൊണ്ട വറ്റിപ്പോയി. ഹലോ, എൻ്റെ പേര് സൂര്യ, അവൻ വിക്കി വിക്കി പറഞ്ഞു. സൂര്യ സാർ, നമസ്കാരം. നിങ്ങളുടെ ശബ്ദത്തിൽ ചെറിയൊരു പേടിയുണ്ടല്ലോ. നമ്മുടെ ഷോയിലേക്ക് ആയുധമായിട്ടാണ് വിളിക്കുന്നത്? ഒറ്റ സുഹൃത്തിനോടെന്ന പോലെ വെണ്ണില ചോദിച്ചു. അതെ, കഴിഞ്ഞ 2 വർഷമായി നിങ്ങളുടെ ഷോ കേൾക്കാറുണ്ട്, പക്ഷെ വിളിക്കുന്നത് ഇതാദ്യമാണ്, സൂര്യ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ റേഡിയോ തരംഗിലൂടെ വെണ്ണിലയുടെ അടുത്തേക്കെത്തി. 2 വർഷമായിട്ട്? ഓ മൈ ഗോഡ്, ഒരുപാട് സന്തോഷം സൂര്യ സാർ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു ക്യാബ് ഡ്രൈവറാണ് മാഡം. കുടുംബത്തിന് വേണ്ടി നാട് വിട്ടു വന്നതാണ്. കഴിഞ്ഞ 7 വർഷമായി പകൽ ഉറങ്ങുകയും രാത്രി കാർ ഓടിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ജീവിതം. 7 വർഷമായി നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയാണ് സൂര്യ. നിങ്ങൾ ശരിക്കും ഗ്രേറ്റ് ആണ്. കുടുംബത്തിന് വേണ്ട സ്വന്തം ഉറക്കം കളഞ്ഞില്ല നിങ്ങളുടെ ഈ കഷ്ടപ്പാട് കാണുമ്പോൾ വലിയ ബഹുമാനം തോന്നുന്നു. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് ഇന്ന് രാത്രി എന്നോട് പങ്കുവെക്കുമോ? സൂര്യ തൻ്റെ തൊണ്ടയെന്ന് ശരിയാക്കി വളരെ ശാന്തനായി പറഞ്ഞു തുടങ്ങി. മാഡം, എനിക്ക് വേണ്ടി എന്നെ സ്നേഹത്തോടെ അന്വേഷിക്കുന്ന ഒരമ്മയുണ്ട്. ദിവസം 2 നേരം വിളിച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് അമ്മ ചോദിക്കും. പക്ഷേ ഈ പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ, ഈ വിജനമായ റോഡുകളിൽ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ, ആ നിശബ്ദതയിൽ എൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ എൻ്റെ അടുത്ത് ആരും ഉണ്ടാകില്ല. പിൻസീറ്റിൽ എത്രയോ പേർ ഇറങ്ങുന്നു. അവർക്ക് ഞാൻ വെറുമൊരു ഡ്രൈവർ മാത്രമാണ്. ഒരാൾ പോലും എന്നോട് വിശേഷങ്ങൾ ചോദിക്കാറില്ല. പക്ഷെ കറക്റ്റ് പാതിരാത്രിക്ക് റേഡിയോയിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് പുനർജന്മം കിട്ടുന്നത് പോലെ തോന്നും മാഡം. അതൊരു വെറും റേഡിയോ പ്രോഗ്രാം മാത്രമല്ല, ഈ ലോകത്ത് എനിക്ക് വേണ്ടിയും ആരോ ഒരാൾ ഉറക്കം വിളിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ധൈര്യമാണത്. ആ സംസാരം എൻ്റെ തളർച്ചയും ഒറ്റടവുമെല്ലാം ഇല്ലാതാക്കും. സത്യം പറഞ്ഞാൽ മാഡം, ഈ നഗരത്തിൽ ഈ കാറിൻ്റെ സ്റ്റിയറിംഗ് എൻ്റെ ജീവിതോപാധിയാണെങ്കിൽ, നിങ്ങളുടെ ശബ്ദം ഈ ഒറ്റപ്പെട്ട രാത്രിയിൽ എനിക്ക് കിട്ടിയ വലിയൊരു കൂട്ടാണ്. സൂര്യ തൻ്റെ മനസ്സിലുള്ളത് അത്രയും സത്യസന്ധമായി പറഞ്ഞു. സ്റ്റുഡിയോയിൽ മൈക്കിന് മുന്നിരുന്ന വെണ്ണിൽ അത് കേട്ടൊരു നിമിഷം മൗനമായിപ്പോയി. വെറുമൊരു ടാക്സി ഡ്രൈവർക്ക് തൻ്റെ ശബ്ദത്തോട് ഇത്രയധികം ആത്മബന്ധം തോന്നിയോ? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രയും ശുദ്ധിയുണ്ടായിരുന്നു. സൂര്യ തുടർന്നു. മാഡം, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? നിങ്ങൾ ഇന്ന് 100 കണക്കിന് ആളുകൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മായ്ച്ചു കളയുന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും വിഷമിക്കുമ്പോഴോ സങ്കടം വരുമ്പോഴോ, വെണ്ണില, നിനക്ക് സുഖമാണോ എന്ന് മനസ്സ് തുറന്ന് ചോദിക്കാൻ ആരെങ്കിലും കൂടെയുണ്ടോ? സൂര്യയുടെ ആ ചോദ്യം വെണ്ണിലയുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. വർഷങ്ങളായി അവൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ഏകാന്തതയെ ആ ചോദ്യം തട്ടി ഉണർത്തി. ഇത്രയും ഫോൺ കോളുകൾ വന്നിട്ടും ആദ്യമായി തൻ്റെ വിശേഷങ്ങൾ തിരക്കിയത് സൂര്യയായിരുന്നു. രാവിലെ മുതൽ ഉള്ളിലൊതുക്കിയ സങ്കടം, അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക, ഈ നഗരത്തിലെ തൻ്റെ ഒറ്റപ്പെട്ട പോരാട്ടം. 2 തുള്ളി കണ്ണുനീർ ടേബിളിലേക്ക് ഇറ്റി വീണു. അവളുടെ നിശബ്ദതയിൽ നിന്ന് സൂര്യ കാര്യം മനസ്സിലാക്കി. ക്ഷമിക്കണം മാഡം, ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചെങ്കിൽ, അവൻ വിനയത്തോടെ പറഞ്ഞു. തുടർന്ന് അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം സത്യമാണ് മാഡം, നിങ്ങൾക്കെപ്പോൾ എന്ത് കഷ്ടപ്പാട് വന്നാലും ഒറ്റപ്പെട്ടതായി തോന്നിയാലും ഈ സൂര്യ എന്ന ഡ്രൈവർ കൂടെ ഉണ്ടാവും. വെണ്ണില കണ്ണുനീർ തുടച്ചുകൊണ്ട് മെല്ലെ ചിരിച്ചു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ എന്നോടാരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല സൂര്യ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വാക്കുകൾ എനിക്ക് വലിയ ധൈര്യമാണ് നൽകുന്നത്. നിങ്ങളുടെ യാത്ര സുരക്ഷിതമാക്കാൻ ഈ പാട്ട് ഉപകരിക്കട്ടെ. ഡ്രൈവ് സേവ് സൂര്യ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്ത് ഒരു പാട്ട് പ്ലേ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സൂര്യക്ക് ശരിക്കും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു. റേഡിയോയിൽ പഴയ ഇളയരാജ മെലഡി ഒഴുകി വരുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് ആ പാട്ട് മുളയാൽ കാർ സ്റ്റാർട്ട് ചെയ്തു ഡ്യൂട്ടിക്ക് പുറപ്പെട്ടു. ഇവിടെ സ്റ്റുഡിയോയിൽ ആകട്ടെ പാട്ട് തീരുന്നതുവരെ വെണ്ണിലയുടെ ചിന്തകൾ സൂര്യയെ ചുറ്റിപ്പറ്റിയായിരുന്നു. ആരാണ് ഈ സൂര്യ? ഒരിക്കൽ പോലും നേരിൽ കാണാതെ വെറും ശബ്ദം മാത്രം കേട്ട ഒരാളോട് ഇത്രയധികം അടുപ്പം തോന്നാൻ സാധിക്കുമോ? എൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ചോദിച്ച ആ മനുഷ്യൻ്റെ മനസ്സ് എത്ര വലുതാണ്, അവൾ ഓർത്തു. കൃത്യം 4 ദിവസങ്ങൾക്ക് ശേഷം, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. സമയം രാത്രി ഏകദേശം 2:30 മണി. ഹൈദരാബാദിലെ കാലാവസ്ഥ പെട്ടെന്ന് അങ്ങോട്ട് മാറി. ഇടിമിന്നലോടുകൂടി വലിയൊരു മഴ പെയ്യാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലായി. സൂര്യ ബഞ്ചാര ഹിൽസ് റോഡ് നമ്പർ 12 ഒരു പാസഞ്ചറെ ഇറക്കി വിട്ടു. മഴ അത്രയ്ക്ക് കടുപ്പമായതുകൊണ്ട് ഡ്യൂട്ടി നിർത്തിയിട്ട് റൂമിലേക്ക് പോകാമെന്ന് അവൻ കരുതി. കാറിൻ്റെ വിൻഡോ ഗ്ലാസുകളെല്ലാം ഉയർത്തി വെച്ച് AC കുറച്ച് ഫോണിൽ ആപ്പ് ഓഫ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു അവൻ. കൃത്യം ആ സമയത്താണ് ആ ബുക്കിംഗ് വന്നത്. പിക്കപ്പ് ലൊക്കേഷൻ FM റേഡിയോ സ്റ്റേഷൻ, റോഡ് നമ്പർ 2. ആ ലൊക്കേഷൻ കണ്ടതും സൂര്യയുടെ കണ്ണുകൾ സ്ക്രീനിൽ തറച്ചുപോയി. അവൻ സമയം
നോക്കി. ഇനി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാൽ വെണ്ണിലയുടെ ഷോ കഴിയും. അവൻ്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടി. ഈ മഴയത്ത് ക്യാബ് ബുക്ക് ചെയ്ത് ഉറപ്പായും വെണ്ണില തന്നെയായിരിക്കുമെന്ന് അവൻ്റെ മനസ്സ് തറപ്പിച്ചു പറഞ്ഞു. മറ്റൊന്നും ആലോചിക്കാതെ സൂര്യ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ അവൻ റേഡിയോ സ്റ്റേഷൻ ബിൽഡിങ്ങിന് താഴെ എത്തി. കാർ നിർത്തി വെയിറ്റ് ചെയ്തു. പുറത്തും നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിലും സ്റ്റിയറിംഗിലിരുന്നവൻ്റെ കൈകൾ ആകാംക്ഷ കൊണ്ട് വിയർക്കുന്നുണ്ടായിരുന്നു. മുകളിലെ സ്റ്റുഡിയോയിൽ ഷോ കഴിഞ്ഞ് വെണ്ണില തൻ്റെ ബാഗ് ഒതുക്കി വെക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ഓഫീസ് ക്യാബ് ഡ്രൈവർ രാമു വിളിച്ചത്. സോറി മാഡം, വണ്ടി ടയർ പഞ്ചറായി. മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറുടെ അഡ്രസ്സും പറഞ്ഞിട്ടുണ്ട്. വണ്ടി താഴെയുണ്ട്, രാമു പറഞ്ഞു. ശരി രാമു, ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അവൾ കുടയും എടുത്ത് ലിഫ്റ്റിൽ താഴേക്ക് പോയി. വെണ്ണില താഴെത്തി ബിൽഡിങ്ങിൻ്റെ പോർട്ടുകോയിൽ നിർത്തിയിട്ടിരിക്കുന്ന വെള്ള കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പിൻസീറ്റിലെ ഡോറ് തുറന്ന് അകത്തിരുന്ന് കുടമടക്കി അരികിൽ വെച്ചു. SR നഗറിലേക്ക് എന്ന് പറഞ്ഞിട്ട് OTP 4521 ക്ഷണിച്ച സ്വരത്തിൽ പറഞ്ഞു. സൂര്യയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. ആ ശബ്ദം ദിവസവും ഒരിക്കലെങ്കിലും കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത അതേ അർത്ഥം. ഇപ്പോൾ തൻ്റെ കാറിൽ തൻ്റെ തൊട്ടുപെടുന്ന സെൽറ്റ്. അവൻ റിയർ വ്യൂ മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. മഴത്തുള്ളികൾ കൊണ്ട് നനഞ്ഞ മുഖം, കണ്ണുകളിൽ നല്ല തളർച്ച. സൂര്യൊന്നും മിണ്ടാതെ വണ്ടിയെടുത്തു. മഴ കാരണം റോഡ് ശരിക്കും കാണുന്നില്ലെങ്കിലും അവൻ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു. വെണ്ണില തല പിന്നിലേക്ക് ചായച്ച് കണ്ണുകൾ അടച്ചു. കാർ ജൂബി ഹിൽസ് ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ വെണ്ണിലയുടെ ഫോൺ ബെല്ലടിച്ചു. ഫോൺ സ്ക്രീനിൽ ചാൻഡി എന്ന് കണ്ടു. അവൾ പരിഭ്രമത്തോടെ ഫോൺ എടുത്തു. ഹലോ ചാൻഡി, എന്താ ഈ നേരത്ത്? ഫോണിൻ്റെ അപ്പുറത്ത് ചാൻഡി കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചേച്ചി, അമ്മക്ക് ശ്വാസം കിട്ടുന്നില്ല. കഠിനമായ ചുമയുണ്ട്. ശരീരം ആകെ വിയർക്കുന്നു. എനിക്ക് പേടിയാവുന്നു. ആ വാക്കുകൾ കേട്ടതും വെണ്ണിലയുടെ നെഞ്ചാകെ ഒന്ന് പിടഞ്ഞു. ചാൻഡി, നീ പേടിക്കണ്ട. അമ്മ എഴുന്നേൽപ്പിച്ചിരുത്ത്. ആസ്മ പമ്പ് എടുത്തു കൊടുക്ക്. ഞാൻ എന്താ വഴിയിലാണ്. 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ വിതുമ്പി കരയാൻ തുടങ്ങി. മിററിലൂടെ ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന സൂര്യക്ക് സാഹചര്യം മനസ്സിലായി. ലോകത്തിന് മുഴുവൻ ധൈര്യം കൊടുക്കുന്ന ആ ശബ്ദം ഇപ്പോൾ പേടിച്ച് വിറക്കുന്നവന് സഹിക്കാനായില്ല. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ സൂര്യ ഗിയർ മാറ്റി കാറിൻ്റെ സ്പീഡ് കൂട്ടി. 5 മിനിറ്റിനുള്ളിൽ SR നഗറിലെത്തിയപ്പോൾ, മാഡം, ബിൽഡിംഗ് ഏത് വശത്താണ് എന്ന് അവൻ വളരെ ശാന്തമായി ചോദിച്ചു. വെണ്ണില വഴി കാണിച്ചു കൊടുത്തു. അപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ കാർ നിന്നു. വെണ്ണില പരിഭ്രമത്തോടെ പേഴ്സിൽ നിന്ന് പണമെടുക്കാൻ നോക്കിയപ്പോൾ, പണമൊക്കെ പിന്നെ തരാം മാഡം, ആദ്യം നിങ്ങൾ പോയി അമ്മയെ കൂട്ടി വരൂ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് അവൻ പറഞ്ഞു. ഈ നേരത്തെ ഓട്ടോയോ വണ്ടിയോ ഒന്നും കിട്ടില്ല. അവൾ തലയാട്ടി വേഗം വീട്ടിനുള്ളിലേക്ക് ഓടി. ഏകദേശം 4 മിനിറ്റിന് അനിയൻ്റെ സഹായത്തോടെ അമ്മയെ താങ്ങി പിടിച്ച് അവൾ താഴേക്ക് വന്നു. സൂര്യ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി. മഴ നനഞ്ഞുകൊണ്ട് തന്നെ പിൻവാതിൽ തുറന്ന് പാർവതിയമ്മയെ ശ്രദ്ധയോടെ ഉള്ളിലിരുത്തി. അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എമർജൻസി വിഭാഗത്തിന് മുന്നിലാണ് അവൻ കാർ നിർത്തിയത്. സ്ട്രെച്ചർ കൊണ്ടുവരാനായി സൂര്യയും ടാൻഡിക്കൊപ്പം ഉള്ളിലേക്ക് പോയി. എല്ലാം ഒരു മിന്നൽ വേഗത്തിലാണ് നടന്നത്. ഡോക്ടർമാർ പാർവതിയമ്മയെ ICUവിലേക്ക് മാറ്റി. വെണ്ണില പുറത്തേക്ക് നായിലെ ബെഞ്ചിലിരുന്ന് കരയുകയാണ്. അച്ഛൻ്റെ മരണത്തിന് ശേഷം അവൾക്കാകെയുള്ളത് അമ്മയാണ്. സൂര്യ അവരെ ശല്യം ചെയ്യാതെ കുറച്ചു മാറി നിന്നു. അവൻ്റെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നിരുന്നു. തലമുടിയിൽ നിന്ന് വെള്ളം മുറ്റുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ അവൻ പതുക്കെ പോയി ക്യാൻറ്റീനിൽ നിന്ന് 2 കപ്പ് കാപ്പി വാങ്ങിക്കൊണ്ടു വന്നു. എന്നിട്ട് വെണ്ണിലയുടെ അടുത്തേക്ക് ചെന്ന് ഒരു കപ്പ് അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു, ഇതൊന്ന് കുടിക്കൂ. വെണ്ണില തലയുയർത്തി അവനെ നോക്കി. നിങ്ങളെന്താ പോയില്ലേ? വെറുതെ സമയം കളയുന്നതിനാ? സൂര്യയുടെ ചുണ്ടുകളിൽ അപ്പോൾ ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാഡം, ഇപ്പോൾ നിങ്ങളെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? ആ വാക്കുകൾ കേട്ടതും വെണ്ണിലയുടെ കണ്ണുകൾ വിടർന്നു. നേരിട്ടതുണ്ടായ തിരക്കിനിൽ അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ ആ ശബ്ദം ആരുടേതാണെന്ന് അവൾക്ക് വ്യക്തമായി. 2 ദിവസം മുമ്പ് ഫോണിലൂടെ തനിക്ക് വലിയ ധൈര്യം നൽകിയ അതേ ശബ്ദം. സൂര്യ, ഇത് നിങ്ങൾ തന്നെയാണോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവിശ്വസനീയതയോടെ അവൾ ചോദിച്ചു. തൻ്റെ നനഞ്ഞ മുടി കൈകൊണ്ട് ഒതുക്കിക്കൊണ്ട് അവൻ മെല്ലെ ചിരിച്ചു. അതെ മാഡം, ഞാൻ തന്നെയാണ്. നിങ്ങൾ കാറിൽ കയറി OTP പറഞ്ഞപ്പോൾ തന്നെ ആ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. പോരാത്തതിന് ലൊക്കേഷൻ റേഡിയോ സ്റ്റേഷൻ കൂടി ആയപ്പോൾ നിങ്ങൾ തന്നെയാണെന്ന് എനിക്കുറപ്പായി. എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല. അവൻ തുടർന്നു. അപ്പോൾ തന്നെ പരിചയപ്പെടണം എന്ന് കരുതിയതാണ്. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾക്ക് ഫോൺ വന്നു. നിങ്ങളുടെ ആ പരിഭ്രമം കണ്ടപ്പോൾ പരിചയപ്പെടാൻ പറ്റിയ സമയമല്ല ഇതെന്ന് തോന്നി. അതുകൊണ്ടാണ് അപ്പോഴൊന്നും മിണ്ടാതിരുന്നത്. ആദ്യം ഈ കോഫി കൊടുക്കുക എന്ന് പറഞ്ഞ് അവൻ കപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ വെണ്ണിലക്ക് അത്ഭുതം തോന്നി. എവിടെയോ ഒരു റേഡിയോ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുന്ന വാക്കുകളുമായി ഇത്രയധികം ആത്മബന്ധമുള്ള ഒരാൾ ഈ
പാതിരാത്രിയിൽ തൻ്റെ വിഷമം മനസ്സിലാക്കി ഇത്രയും ഉത്തരവാദിത്തോടെ കൂടെ നിൽക്കുമെന്ന് വെണ്ണില സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കൃത്യം ആ സമയത്ത് തന്നെ ICU വാതിൽ തുറന്നു. ഡോക്ടർ പുറത്തേക്ക് വന്ന് വെണ്ണില പരിഭ്രമത്തോടെ മുന്നോട്ട് നടന്നു. ഡോക്ടർ, എൻ്റെ അമ്മക്ക് എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല മോളെ, ആസ്മ വന്നതുകൊണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിച്ചു. ഇല്ലായിരുന്നെങ്കിൽ അവസ്ഥ മോശമായേനെ. ഇപ്പോൾ ഓക്സിജൻ നൽകുന്നുണ്ട്. കണ്ടീഷൻ സ്റ്റേബിളാണ്. നാളെ രാവിലെ വാർഡിലേക്ക് മാറ്റാം. ഇതും പറഞ്ഞ് ഡോക്ടർ പോയി. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അവൾ അടുത്ത് നിന്ന് സൂര്യ നന്ദിയോടെ നോക്കി. വളരെ നന്ദി സൂര്യ. ഇന്ന് നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സൂര്യയുടെ ചുണ്ടുകൾ ശാന്തമായി വിരിഞ്ഞു. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിങ്ങൾ റേഡിയോയിൽ എന്നും പറയാറുള്ള വാക്കുകൾ ഞാൻ ദിവസവും കേൾക്കാറുണ്ട്. ഇന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അല്പമെങ്കിലും പങ്കുചേരാൻ എനിക്കൊരവസരം കിട്ടി. അത്രമാത്രം അവൻ പറഞ്ഞു. അപ്പോഴാണ് വെണ്ണില അത് ശ്രദ്ധിച്ചത്. സൂര്യയുടെ വസ്ത്രങ്ങൾ മഴ നനഞ്ഞ് കുതിർന്നു നിൽക്കുകയാണ്. സൂര്യ, നിങ്ങളുടെ ഡ്രസ്സൊക്കെ വല്ലാതെ നനഞ്ഞല്ലോ. എങ്ങനെ ഇരുന്നാൽ പനി പിടിക്കും. പ്ലീസ് പോയി വസ്ത്രമൊക്കെ മാറി കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. ഇവിടെ ഇപ്പോൾ എൻ്റെ അനിയനുണ്ടല്ലോ, അവൻ നോക്കിക്കോളൂ. ഒന്ന് ചെറുതായി ചിരിച്ചു. അതൊന്നും സാരമില്ലെന്നേ. ഈ ചെറിയ മഴയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇതൊക്കെ ശീലമാണ്. ഞാൻ താഴെ പാർക്കിങ്ങിൽ കാറിൽ തന്നെ ഉണ്ടാകും. എൻ്റെ നമ്പർ അനിയന് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെറിയ ആവശ്യം വന്നാലും മടിക്കാതെ വിളിക്കാൻ പറയും. നാളെ രാവിലെ നിങ്ങളുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞ് നിങ്ങളെ 3 പേരെയും വീട്ടിലെത്തിച്ചാലേ എൻ്റെ ഡ്യൂട്ടി കഴിയൂ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവൻ സ്റ്റെപ്പുകൾ ലക്ഷ്യമാക്കി നടന്നു.